ആ രാധാകൃഷ്ണേട്ടാ എത്തിയോ? ഇന്നലെ രാത്രി ഒരുപാട് വൈകിട്ടല്ലേ എത്തിയത്. ആ സമ്മേളനത്തിൻ്റെ തിരക്കിലല്ലേ എൻ്റെ ഓട്ടംബാച്ചിലെത്തി. അപ്പോൾ ഒരുപാട് വൈകി നീക്കാൻ വൈകിയാൽ മതി. ഇച്ചപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങളെ വിളിച്ചതാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നമ്മൾ ജില്ലാ സമ്മേളനം വരികയല്ലേ, അതിനുള്ള ഓടിപ്പാച്ചിലാണ്. അപ്പോൾ രാധാകൃഷ്ണനായിട്ട് ഒരു കാര്യം ചെയ്യണം. അവിടെ നമ്മളെ മണ്ഡലത്തിലുള്ള ആളുകളെ കംപ്ലീറ്റ് സജ്ജീകരിക്കണം. എല്ലാ സമ്മേളനത്തിനും ആളെ കൂട്ടിയാലും നമുക്ക് നമ്മളെ നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ വണ്ടി അപ്പോൾ ബഷീറിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് കയറാം. ബഷീർ എന്നാൽ ശരി പോവാം. ഞാനേ നിങ്ങളെ കാണാൻ നടക്കുക. നേതാക്കന്മാർക്ക് തിരക്കുണ്ടാവും ഇപ്പം അല്ലേ? എന്താ കാര്യം മാഷ? കുറച്ചേ ജില്ലാ മേളാണ്ട് ആ തിരക്കും പടയിലിങ്ങനെ പോവാണ്. അപ്പം എന്താണ് മാഷ? ഒന്നുമില്ല. ആ കരീമിൻ്റെ അവസ്ഥ ഉണ്ടോ? അറിയാം. നമ്മളെ എന്താ അറിയാം, നിങ്ങളുടെ ഈ പാർട്ടിക്ക് വേണ്ടി കുറേ പോസ്റ്റ് ചെയ്തല്ലോ. എന്തൊക്കെ അധ്വാനിച്ചിരിക്കുന്നു അതൊക്കെ അറിയാം. നമ്മളെ അവസ്ഥ എന്താ അറിയോ? അറിയണ ചോദിച്ചത് അറിയായിട്ടല്ല. പാർട്ടിക്കാരുമില്ല. അത് മാഷ തിരക്കാണ്. ഒരു നിന്ന് തിരിയാൻ നേരമല്ലേ. നമ്മളാ തുടക്കത്തിലൊന്നൊക്കെ ചെന്ന് പറിച്ച് ഇതൊക്കെ നടത്തുന്നല്ല. പിന്നെ അങ്ങോട്ട് തിരിയാൻ നേരം കിട്ടിയില്ല. പാർട്ടി അതിന് സമ്മതിക്കണില്ല. പിന്നെ എന്താ ഒരു ഒഴിവില്ല. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമ്മേളനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ എപ്പോഴും തിരക്കിലാണ്. മരിക്കാൻ കിടക്കുന്ന ആ പാവത്തിന് എന്തെങ്കിലും ഒന്നും ചെയ്തു. ഒരു പെൻഷൻ പറ്റി ഞാൻ ഇന്നോട് കഴിയണമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത്രയ്ക്കല്ലേ എന്നെ കൊണ്ടും പറ്റുള്ളൂ. എന്താണോ ഇങ്ങനെയൊക്കെ ആയാലും എന്തിനാ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് വേണ്ടിയുള്ളതല്ലേ. ഞാൻ മൂപ്പരേ മറ്റേ പാർട്ടിയുടെ ആളാണ്. അപ്പം നമ്മളെ ചെയ്താലും ചെയ്തില്ലെങ്കിൽ കുറ്റം പറയും. നമുക്ക് നമ്മളെ പാർട്ടിയാണ് വലുത്. അതെ അതെ. രാധാകൃഷ്ണേട്ടാ, അപ്പോൾ നമുക്കേ ഏതായാലും കരിമ വരച്ചു കൊടുത്തു കൊള്ളാം. ആ കുടുംബത്തിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തണം. നമ്മളാ മറ്റേ അവൻ്റെ ഭാര്യയുടെയും കുട്ടികളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ സോഷ്യൽ മീഡിയയിലിട്ട് അത്യാവശ്യം നല്ല ഫണ്ട് വരും. അപ്പോൾ കുറച്ചൊക്കെ അവർക്കും കൊടുക്കുക, ബാക്കി നമുക്കൊക്കെയാണ് കൈകാര്യം ചെയ്യാൻ. അല്ലല്ലേ? എന്നാ പോവാ. നിങ്ങൾ അറിഞ്ഞില്ലേ? മാഷ അറിഞ്ഞു. അങ്ങോട്ട് പോവാണ്. ഞാൻ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നിന്ന് എത്തിയത്. ഇപ്പം നേരമായി പെട്ടെന്ന് അറിഞ്ഞപ്പോൾ പോവാണ്. അയാൾ ജീവിച്ചിരുന്ന കാലത്ത് 2-3 കുട്ടികളായിട്ട് ഒരു ദുരിത ജീവിതമാണ് നയിച്ചത്. അന്ന് നിങ്ങളെന്താ ചെയ്തോ? ഇല്ല. ഇനി എന്താ പരിപാടികളുടെ പാർട്ടിയുടെ? ഇപ്പോൾ നമ്മളെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഭാര്യ മക്കളൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ ഒരു പ്ലാൻ ഇട്ടാണ് ഇപ്പം ഞങ്ങൾ ഫണ്ടുണ്ടാക്കാൻ. അതൊന്നും വേണ്ട. അത് ഞങ്ങളുടെ അയൽവാസികളും അയാളുടെ ബന്ധുക്കളും കുടുംബക്കാരും ഉണ്ട് ഇവിടെ. അത് ഞങ്ങൾ ചെയ്തോളാം കേട്ടോ. മനസ്സിലായോ? നിങ്ങളതിൽ ഇടപെടാതിരുന്നാൽ മതി. അത്രയും ആ ആത്മാവിനെങ്കിലും ഒരു ഇത് കിട്ടും, സംതൃപ്തി കിട്ടും. അല്ല മാഷേ വേണ്ട. ഇനിയൊരു എല്ലാ മാഷയില്ല. ഞങ്ങളെ കഴിയുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. ഇതുവരെ വന്നു ഒമ്മച്ചു. വേണ്ട സമയത്ത് നിങ്ങൾ ഒരു ആൾക്കാരും കിട്ടിയില്ല, രാഷ്ട്രീയക്കാരെ ഒന്നും കിട്ടിയില്ല. ഇനി നിങ്ങൾ ഒന്നും ഇതിൽ പറയണ്ട. ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കുടുംബത്തെ ഏറ്റെടുക്കലും സംരക്ഷിക്കലും കുട്ടികളെ സംരക്ഷണം ഒക്കെ ഞങ്ങൾ ചെയ്തോളാം കേട്ടോ. ഓക്കെ.